എനിക്കൊരു കാര്യം. വേണ്ട, പറയണ്ട. അതല്ല, എനിക്കൊരു ഉദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ പറയണ്ടെന്നേ. എന്നോട് ക്ലോസ് ആയിട്ട് സംസാരിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു. സംഹൗ ഐ എം യൂസ് ടു ഇറ്റ് ബൈ നൗ. നമ്മൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പറയുന്ന പലതും കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ബട്ട് ഐ നെവർ ഫെൽറ്റ് ലൈക്ക് ആസ്കിങ് യു. മേ ബി ബിക്കോസ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു എൻഡ് ദിസ്. കാരണം അപ്പോഴേക്കും നമ്മുടെ ഫോൺ കോൾ അനുസരിച്ച് എൻ്റെ ഓരോ ദിവസവും ഞാൻ പ്ലാൻ ചെയ്ത് തുടങ്ങിയിരുന്നു. Hi Gayatri. Hey, what happened? ഫ്രണ്ടിനെ കണ്ടിട്ട് മനസ്സിലായില്ല? ரொம்ப നാളാச்சு பார்த்தது. ഇല്ല നൻപ? ഞങ്ങൾ ഇന്ന് രാവിലെ പരിചയപ്പെട്ടു. അപ്പോ വിക്ടർ. സോറി. അപ്പോ വിക്ടറാ പറഞ്ഞേ പഴയ ഫ്രണ്ടിനൊരു സർപ്രൈസ് കൊടുക്കാന്ന്. இதெல்லாம் என்ன സർപ്രൈസ്? ஐயா பண்ண வேலை அதான் സർപ്രൈസ്. இந்த அப்பாவி மூஞ்சி வச்சுக்கிட்டு எத்தனை பேரை ஏமாத்திருக்கா தெரியுமா? காஃபி எனக்கு ஒன்று சொல்லுங்களேன். இஸ் தட் ஓகே? യാ ഓഫ് കോഴ്സ്. ഫ്രണ്ടിനൊരു കോഫി ഓർഡർ ചെയ്യൂ മാഷേ. இவனோட நிக் நேம் என்னன்னு தெரியுமா? എന്താ അത്? വുൾഫ്. വോൾഫ്. പ്ലൂട്ടോ, ഗോ. முதல்ல அந்த பாஸ்வேர்டு, அப்புறமா எல்லாமே. പ്ലൂട്ടോ, go Pluto, go. നോക്കിയ നീ ഓണാവുന്നില്ലടാ.
എന്താ അവനോട് പറഞ്ഞത്? വണ്ടി എടുക്കാൻ. ആ ഇവൻ ഈ ചിങ്കാരി വളം കൊണ്ട് ഇവിടെ പോകുന്നു. പപ്പ എടാ എടാ ഞാൻ കുറേ ആലോചിച്ചു. പേടിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ പോണം. സാധാരണ ഞാൻ പിടിക്കുന്ന ഏനിയുടെ കൂടെ അടി പാഴ്സലാണല്ലോ. അത് നിങ്ങൾ രണ്ടുപേരും ഒപ്പിട്ട് മേടിക്കാറുമുണ്ട്. എന്തായാലും ഈ തവണ അത് വേണ്ട. ഇനി ഇത് കേട്ട് ഓടിപ്പിടിച്ച് വരാനും നിൽക്കണ്ട. രണ്ടെണ്ണം കിട്ടിയിട്ടാണേലും ഞാനിങ്ങെത്തും. വരുമ്പോൾ കൂടെ അവളും കാണും. ഹലോ, നീ ഇറങ്ങിയോ? ഞാൻ ദേ ഇറങ്ങി. എന്തേ? ഞാൻ വരും. ദേ ഇവിടുന്ന് ഇറങ്ങി. ഹലോ ജീവ. I need your help. സർ, സാറ് പറഞ്ഞ റെസ്റ്റോറൻറ്റ് മുന്നിലെത്തി. സാറിന്റെ ഭാര്യ അകത്തുണ്ട് സർ. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം സേഫാണ് സർ. സേഫ് ആയിട്ട് ഒരു ഫ്രണ്ടിന്റെ കൂടെ ഇരുന്ന് ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് സർ. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? ഏത് ഫ്രണ്ടാണെന്നറിയില്ല സർ, പക്ഷെ നല്ല മാന്യനായ ഒരു പയ്യനാണ്. പയ്യനോ? എന്നിട്ടാണോ താൻ സേഫ് ആണെന്ന് പറഞ്ഞത്? സർ, കണ്ടിട്ട് മാഡം വളരെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നുണ്ട് സർ. അതുകൊണ്ട് അതൊക്കെ പോട്ടെ. താൻ ശ്രദ്ധിച്ചവരെ നോക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ? ഷുവർ സർ, ഐ വിൽ ഡു ദാറ്റ് സർ. എന്നാലും ഏതവനടാ ഈ രാജീവ് സാറിന്റെ ഭാര്യയെ വളയ്ക്കാൻ ധൈര്യമുള്ള ഒരു കോഴി ഈ നാട്ടില്? ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, അമേരിക്കയിൽ അമ്മാവൻ എത്ര പ്രാവശ്യം വിളിച്ചിട്ടും ഞാൻ അമേരിക്കയ്ക്ക് പോകാണ്ടിരിക്കാനും കറക്റ്റായിട്ട് കൊച്ചിയിൽ തന്നെ വരാനും നമ്മൾ തമ്മിൽ പിന്നെ കാണാനും എല്ലാം ഒരു നിമിത്തം പോലെ തോന്നണല്ലേ? ഈ ഡ്രസ്സല്ലേ 2 വർഷം മുമ്പ് ജൂഹു ബീച്ച് പോയപ്പെട്ട് അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ. ക്യാപ്ഷൻ വരെ ഞാൻ ഓർക്കുന്നുണ്ട് കൃത്യമായിട്ട്. സൺ കിസ്ഡ്. ഞാൻ കുറച്ച് തീ ഇട്ടിരുന്നു. തീയോ? ആ, മറ്റേ ഇമോജി ഫയർ. സാമിന് ഇതൊക്കെ ഓർമ്മയുണ്ടോ? പഴയ ഇഷ്ടങ്ങളൊക്കെ മാറി അല്ലേ? അതെ, ഇവിടെ ഭയങ്കര ഡിസ്ട്രാക്ഷൻ. നമുക്ക് എൻ്റെ ഫ്ലാറ്റിലേക്ക് പോയാലോ? അവിടെ ആരുമില്ല, കുറച്ച് ഫ്രീ ആയിട്ട് സംസാരിക്കാം. അത് ഇന്ന് ഞാൻ പൂട്ടും. ഇതാണല്ലേ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആഫ്റ്റർ എ ലോങ് ടൈം. നമ്പ്യാരെ, പണ്ടത്തെ പോലെ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. നമുക്ക് തെളിവ് വേണം. സബൂത്ത്. വി നീഡ് എ റെഡ് ഹാൻഡ് ക്യാച്ച്. സാറേ, ANC എന്ന് പറഞ്ഞപ്പം ഒരു ഷൂട്ട് ഔട്ട്, ഒരു എൻകൗണ്ടർ, ഒരു ചേസ്, ഇതൊക്കെ പ്രതീക്ഷിച്ച് എനിക്ക് ഇതവൻ മാതിരി വിളിക്കണം. ഹലോ സാർ. എന്തായടോ തന്റെ വീക്ഷണം? ഞാൻ വീക്ഷിക്കുന്നുണ്ട് സാർ, വീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നല്ലവണ്ണം നല്ലപോലെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മൂത്രം പോലും ഞാൻ ഇവിടെയാണ് ഒഴിച്ചത് സാർ.
ഒന്ന് പറഞ്ഞു തൊലക്ക്. ഇപ്പൊ അവരെന്താ ചെയ്യണത്? അവര് സാറേ അവര് പോയി. തന്നെ കൊണ്ട് എന്തിനു കൊള്ളാടോ പേവക്കൂഫ്.